എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു. മൈൻഡ് ചെയ്യാണ്ട് അതങ്ങ് പോവായിരുന്നു. എന്തൊരു കഷ്ടം. ഓക്കെ, നീ വൈകിയാലോന്ന് കരുതിയിട്ടേ നിനക്ക് ഡബ് ചെയ്തതാ. ടൈമിംഗ് ആൾക്കാർ തെറ്റിദ്ധരിക്കില്ല. ഓക്കെ, എന്റർടൈൻമെന്റ് കീഴ ഈ കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകൾ ഉണ്ട്. എല്ലാം കിഴിക്കാത്തതിന്റെ കിഴിയിലേക്ക് പോവാം. എന്താണ് മനസ്സിലാവും? എന്റേതല്ല, ഞാൻ നിർത്തി കഴിഞ്ഞു. ഇപ്പൊ അതിന്റെ കറക്റ്റായി. അതായത് ഒരു പൂവൻ അപ്പുറത്തുനിന്ന് കൂവുമ്പോഴാണല്ലോ മറ്റൊരു പൂവൻ കൂവുള്ളൂ. എന്തായിരുന്നു എടാ, അതിന് വെട്ടേണ്ടിരോ? ഇതിപ്പോ എന്നെക്കാട്ടിലും സ്കോർ ചെയ്യുന്ന നീയാ പൂവത്തരത്തിന്റെ കാര്യത്തില്. അത് എനിക്കിട്ട് തരണ്ട. പറ ഇതെന്താ ഇങ്ങനെ എന്താടാ ഒരു ഷേപ്പില്ലാതെ? അതല്ല, നീ എന്താ അജണ്ട, മത്സരത്തിന്റെ അജണ്ട. മലയാളം ഏറ്റവും കൂടുതൽ കിട്ടുന്നവർ വിജയിക്കും. ഹെഡ് അതിലും വലിയ കണ്ടത്ര ഞാൻ പറയാതെ പറ ഹെഡ് മാറി. ഓക്കെ, ഫസ്റ്റ് വൺ ഫുൾ കോമഡി ആണല്ലോ. ആവേശേ ഫസ്റ്റ് വൺ മലയാളം തന്നെ തരൂ കേട്ടോ. മലയാളം തന്നെ തന്നിരിക്കുന്നു. ഫസ്റ്റ് വൺ, ടിനു പാപ്പച്ചൻ നെക്സ്റ്റ് മൂവി. സജിൻ ഗോപു നായകനാവുന്ന സിനിമ കേട്ടോ. സിനിമയുടെ ഷൂട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ടിനു പാപ്പച്ചൻ്റെ നെക്സ്റ്റ് ചാവേറിന് ശേഷമുള്ള അടുത്ത സിനിമ വരട്ടെ. ടിനു പാപ്പച്ചൻ മമ്മൂക്ക മൂവി ഉണ്ട് കേട്ടോ. അതെന്താ എന്നുള്ളത് അറിഞ്ഞൂടാ, വരും. അടുത്തത് യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള 1 കേട്ടോ. സിനിമ പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏപ്രിലായിരുന്നു സിനിമ റിലീസ് പ്ലാൻ ചെയ്തിരുന്നത്. ഇപ്പം മെയ് 23 പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട്. അരുൺ വൈകിയാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. രഞ്ജിത്ത് സജീവ് ആണ് നായകനായിട്ട് എത്തുന്നത്. രഞ്ജിത്തില്ലേ? ഓക്കെ, അടുത്ത കിഴി ഒരു റൊണാൾഡോ ചിത്രം. മനസ്സിലായി, ഏതാ മനസ്സിലായി. ഈ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നിട്ടുണ്ട്. റിനോയ് കല്ലൂർ സംവിധാനം ചെയ്യുന്ന സിനിമയുണ്ടോ? അശ്വിൻ, പിന്നെ അന്ന റജി കോശി, പിന്നെ ആരാ, ചൈതന്യ പ്രകാശ്, ഇന്ദ്രൻസ്, ഒരുപാട് പേരുണ്ട്. അങ്ങനെ ഇവരൊക്കെ വലിയ പ്രധാന വേഷം ചെയ്യുന്ന സിനിമയാണ്. 2-1. അടുത്തത് പോരട്ടെ. എന്താടാ ദേഷ്യം പിടിച്ചത് സ്ക്വിഡ് ഗെയിം. ശരി, സ്ക്വിഡ് ഗെയിം 3 കേട്ടോ. സിനിമ നെറ്റ്ഫ്ലിക്സിൽ ജൂൺ 27 വെബ് സീരീസ്. സിനിമയല്ല, വെബ് സീരീസ്. ഓക്കെ ട്ടാ. അപ്പോൾ ജൂൺ 27. ഓക്കെ, അടുത്ത കിഴി. അല്ല, സ്കോർ എത്ര? 2-1. ഓ സ്കോർ ബോർഡ് ഒന്ന് കൂട്ടാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു, കിട്ടിയില്ല. സിനിമയുടെ ഒഫീഷ്യൽ ട്രailer ഇന്ന് വരും. നമ്മുടെ വിജയ് സേതുപതി നായകനാവുന്ന സിനിമയാണ് കേട്ടോ. ആറുമുഖ കുമാറാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. അപ്പോൾ ട്രailer വരട്ടെ, നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. സിനിമ റിലീസിനെത്തുന്നത് മെയ് 23. അളിയാ, മെയ് 23. മെയ് 23 എണ്ണം വെച്ചോണേ. ഇഷ്ടംപോലായി. അടുത്തത് ഒറ്റക്കൊമ്പൻ. ഒറ്റക്കൊമ്പന അല്ല, പിന്നെ 2 എന്താണെങ്കിലും ഒറ്റക്കൊമ്പൻ സിനിമയുടെ ഷൂട്ട് ശബരിമല വനപ്രദേശങ്ങളിൽ നടക്കുന്നുണ്ട് കേട്ടോ. മാളികപ്പുറത്തിന് ശേഷം ആ ഭാഗത്ത് ഷൂട്ട് ചെയ്യുന്ന സിനിമയാണെന്നാണ് കേൾക്കുന്നത്. വരവുണ്ടിനി ഒറ്റക്കൊമ്പനായിട്ട് ആ മല കയറിയാലും വിജയം കാണാതെ തിരിച്ചെത്തിയില്ല. അതൊരു സത്യം. ഓക്കെ, അടുത്ത കിഴി ബെൻസ്. ബെൻസ് നീ എന്താടാ ഇങ്ങനെ? എന്താ ബെൻസ് നീ ഇങ്ങനെ? നിനക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവില്ലടാ. അവിടെ അഴിഞ്ഞാടായിരുന്നു ബെൻസേ. പൊട്ടുന്നില്ല, ഇവിടെ അഭിനയം കണ്ടില്ലേ? ഓക്കെ, ബെൻസ് സിനിമയുടെ ബിഗ് അപ്ഡേറ്റ്. LCU സിനിമയായിട്ട് വരുന്ന അടുത്ത സിനിമയാണ് കേട്ടോ. ലോകേഷ് കനകരാജ് അതിൻ്റെ സ്ക്രിപ്റ്റ് സംവിധാനം ചെയ്യുന്നത് ഭാഗ്യരാജ് കണ്ണൻ. ഓക്കെ, സിനിമ ഉടനടി ഷൂട്ട് തുടങ്ങാൻ പോവുകയാണ്. എന്താ നെക്സ്റ്റ് വീക്ക് ഇതിൻ്റെ
എനിക്കിട്ട് തന്നെ ഉള്ളതാണ് പറയാം. പണ്ടുള്ള ആൾക്കാരുള്ള എന്നെ പട്ടി വിളിക്കാൻ വരും എന്ന് പറയുന്നത് 2 ഞൊട്ട ഓടിക്കലേ ഇവിടുന്ന് 2 ഞൊട്ട ഓടിച്ചത് ഭാഗത്ത് മറ്റേ ഭാഗ്യരാജ് കണ്ണൻ ഞാൻ തന്നെ പറയുന്നുണ്ട്. അത് നീ ഇപ്പൊ പട്ടിയായി, ഞാൻ അല്ലാത്ത സമയത്ത് ഞാൻ പട്ടിയാവും. 2 പട്ടികൾ ഇരിക്കുന്നു, കൊരയൊക്കെ വന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, ബെൻസ് സിനിമയുടെ ഷെഡ്യൂൾ ഉടനടി തുടങ്ങും എന്നുള്ളതാണ് കേൾക്കുന്നത്. നിവിൻ പോളി ഈ സിനിമയിൽ ഒരു പ്രധാന വേഷം ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് കേൾക്കുന്നത് കേട്ടോ. ലോറൻസ് നായകനാവുന്ന സിനിമയാണ്. അതിൽ മറ്റു വേഷങ്ങളിൽ, പ്രധാന വേഷങ്ങളിൽ വലിയ താരങ്ങളുണ്ട്. ഒന്ന് നമ്മുടെ മാധവനുണ്ട്, അവിടേക്കാണ് നമ്മുടെ, അതായത് LCU യൂണിവേഴ്സിലേക്ക് നിവിൻ പോളി വരുന്നു എന്നുള്ളതാണ്. അതാണ് ഇതിലെ ഏറ്റവും വലിയ മാധവനും പിന്നെ ലോറൻസും പോളിക്കും. ഇമ്മോർട്ടൽ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട്. GVP ഖയാദു ലോഹർ, മാരിയപ്പൻ ചിന്നയാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് കേട്ടോ. അല്ല, എന്താ ഉദ്ദേശം? അതാണ് എനിക്കറിയണ്ടത്. ഖയാദുവിനെ ദിവ്യഭാരതി അല്ലേ, ദിവ്യഭാരതി ഒരു വഴിക്കാക്കി, ഇനിതാ ഖയാദുവിനെ കൊണ്ടുവന്ന്. ഏതായാലും കൊള്ളാം, എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല. എന്റെ ഖയാദു അയ്യോ പോയേ. ഞാൻ നോക്കിയായിരുന്നോ? നോക്കില്ല. ഇല്ലല്ലോ. സൂര്യ 45 എവിടെ? മലയാളം എവിടെ? മലയാളം 2 എടുത്തില്ലേ? 2 ഓക്കെ. സൂര്യ 45 സിനിമയുടെ ടൈറ്റിൽ എന്തായിരിക്കും എന്നുള്ളത് അറിയോ? വേട്ടൈക്കറുപ്പ്. അത് ഞാൻ പറയേണ്ടതല്ലേ? ഞാൻ നോട്ടിച്ചില്ലല്ലോ, ചോദിച്ചില്ല, അപ്പൊ പിന്നെ പറയണ്ടേ, അറിയുമ്പോ പറയണ്ടേ, അടുത്ത ചോദിക്കല്ലേ. ഓക്കെ, വേട്ടൈക്കറുപ്പ് എന്നതായിരിക്കും ഈ സിനിമയുടെ ടൈറ്റിൽ എന്നുള്ളതാണ് കേൾക്കുന്നത് കേട്ടോ. ഓക്കെ, RJ ബാലാജി സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. കൃഷിയാണ് നായികയെത്തുന്നത്. സിനിമ റിലീസിനെത്തുന്നത് പൊങ്കലല്ലേ? പൊങ്കലിനാണെന്ന് തോന്നുന്നു. ദീപാവലിയാണ്. ദീപാവലി റിലീസാണ്. അടുത്തത് മഹാഭാരത. ഓ മോനെ, സിനിമയില് ഏത് മഹാഭാരതം എന്ന് പറയാം? SS രാജമൗലിന്റെ ഒരു മഹാഭാരത സിനിമയില് ആമിർ ഖാൻ കൃഷ്ണനായിട്ടായിരിക്കും വരുന്നത് എന്നാണ് കേൾക്കുന്നത്. സാധ്യത. കാരണം ആളുടെ ഫേവറേറ്റ്, ആൾക്ക് ഇഷ്ടമുള്ള കഥാപാത്രം ഇതാണെന്നാണ് ആള് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ പ്രേക്ഷകർക്ക് അതിനോട് താല്പര്യം കൂടുതൽ. 1608 എത്തിയില്ലെന്ന് മാത്രമേ ഉള്ളൂ. അത് വിട്. എന്തായാലും ആ ക്യാരക്ടർ പൊളിക്കട്ടോ ആമിർ ഖാൻ. എന്തായാലും ആമിർ ഖാന്റെ പ്രൊഡക്ഷനിൽ തന്നെ വരുന്ന സിനിമയാണ്. പല സംവിധായകരായിരിക്കും അല്ലേ, അതിന്റെ ഓരോ ഭാഗങ്ങളിൽ ഓരോ സംവിധായകരായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഇയറിൽ ഇതിന്റെ വർക്കുകൾ തുടങ്ങും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അടുത്ത കിഴി വാഴ 2. വാഴ 2 സിനിമയുടെ ബിഗ് അപ്ഡേറ്റ്. വാഴ 2 സിനിമയിൽ നമ്മുടെ അൽഫോൺസ് പുത്രൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, 3-2 ഞാൻ ആ കാര്യമൊക്കെ വിട്ടു കേട്ടോ. വിപിൻ ദാസ് എഴുതുന്ന സിനിമയാണ്. വാഴ സിനിമയുടെ 2ാം ഭാഗമാണ്. പിന്നെ എന്തൊക്കെയാണ് പ്രത്യേകത? സവിൻസ, അത് സവിൻസ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമ. ഷൂട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. 3-2 മലയാളമായിരിക്കും. വേറെ എക്സ്ട്രാ പറ്റുന്നുണ്ടോ? എക്സ്ട്രാ പറ്റോ? മലയാളമായിരിക്കും. ഞാൻ പറയുന്നത് മലയാളം ആയിരിക്കൂല. ആണെങ്കിൽ നീ ജയിച്ചതായിട്ട് കണക്കൂട്ടും. ഉറപ്പാണല്ലോ, ഒരു മാറ്റമില്ല. അത്രേ ഉള്ളൂ. കേട്ടല്ലോ, നോട്ടെ അവരുണ്ട്. തൂക്കൊക്കെ പോകുന്നുണ്ട്. നോക്കൂ, പറടാ. അപ്പൊ എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ഞാൻ എടുക്കുന്ന മലയാളം അല്ലെങ്കിൽ അത് പിന്നെ അത് വിഷയമല്ല. നീ ജയിക്ക്, അങ്ങനെയെങ്കിലും ജയിക്കടാ. നോക്കട്ടെ, മലയാളമാണോ? ബേബി ഗേൾ. അഹങ്കാരമാവാം, അത് തന്നോട് പോകുന്നവരോട്. വെറുതെ എപ്പോഴൊന്ന് ചിന്തിച്ചു നോക്കണം പിന്നോട്ട്. അങ്ങനെയുണ്ട് പഞ്ച് ഡയലോഗ് സെറ്റല്ലേ? സംഭവം ശരിയാണ്. അതല്ല, നീ സ്വയം പട്ടി എന്ന് വിശേഷിപ്പിച്ച് ഈ ഇതില് നീ ഭയങ്കര, അതായത് ലാളിത്യത്തിന്റെ അല്ലെങ്കിൽ എന്താ വേറെ വേറൊരു വാചകം കൂടി പറയാലോ. തലങ്ങനെ കുനിച്ചു നിൽക്കുന്നതിന്റെ നമുക്ക് എന്താണ് സച്ചിനൊക്കെ ഉള്ളത്, മെസ്സിക്കൊക്കെ ഉള്ളത്, അത് നല്ലതാണെന്ന് മനസ്സിലായി. അപ്പൊ അത് നല്ലതാ. ഞാൻ മറ്റേ തലയെ കുടിച്ചെന്ന് പറഞ്ഞപ്പോ മറ്റേ പറ്റടി ലാളിത്യം ഞാൻ വേറെ സാധനം ഉണ്ടല്ലോ, അഹങ്കാരൊന്നും ഇല്ലാതെ. മനസ്സിലായി, അത് അവർക്ക് മനസ്സിലായി. അതന്നെ ഞാൻ അതാണെന്ന് അവർക്ക് അറിയാം. അങ്ങനെയായി മാറിയത് കൊണ്ട് ഈ ജയം നീ അർഹിക്കുന്നു. ഞാൻ അങ്ങനെയാണെന്ന് അവർക്ക് അറിയാലോ. അവിടെ എന്താണെങ്കിലും സിനിമയുടെ ട്രിവാൻഡ്രം ഷെഡ്യൂള്
ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ ബേബി ഗേൾ. നെക്സ്റ്റ് ഷെഡ്യൂള് വൈക്കം. ഓക്കെ, അത് കഴിഞ്ഞ അടുത്തൊക്കെ തുടങ്ങിയെന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു കിഴി ഉണ്ട് അല്ലേ? അത് അടുത്തെടുക്കാനി. എന്നാ അടുത്ത കിഴി ഇനിയുണ്ട് കേട്ടോ ബേബി ഗേള്. അപ്പൊ എന്തായാലും ഈ കിഴി എപ്പിസോഡ് കൂടെ തീർന്നിരിക്കുകയാണ്. കുറച്ച് പഴയത് ഇതിലുണ്ടേ. കാരണം ഞങ്ങള് 5-6 ദിവസമായിട്ട് കുറച്ച് ബിസി ആയി പോയി. ചില കുറച്ച് കാര്യങ്ങളുണ്ട്, തിരക്കുകൾ കാരണം. അതുകൊണ്ടാണ് അതിൽ കുറച്ച് പഴയതുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും അടുത്ത എപ്പിസോഡുമായിട്ട് വരാം. അടുത്തി പിടിക്കാം, നമുക്ക് അടുത്തി പിടിക്കാം.